നമസ്കാരം, തേട ന്യൂസിലേക്ക് സ്വാഗതം. ഒരു സിനിമാ പശ്ചാത്തലവും ഇല്ലാതെ സ്വന്തം കഴിവുകൊണ്ട് മാത്രം സിനിമയിലേക്ക് വന്നവനാണ് നടൻ ആസിഫ് അലി. കെട്ടിയോളാണ് എന്റെ മാലാഖ, കൂമൻ എന്ന സിനിമകളിലെ പ്രകടനത്തിന് മികച്ച പ്രശംസയും ലഭിച്ചിരുന്നു. എന്നാൽ ആസിഫ് അലിയുടെ മോശമായ ഒരു സ്വഭാവം അദ്ദേഹത്തിന്റെ കരിയറിനെ ഒരുപാട് ബാധിച്ചിട്ടുണ്ടെന്നാണ് താരം പറയുന്നത്. പല സിനിമകളിലും അവസരം ലഭിക്കാതെയായി. എന്നാലും വിധിച്ചത് തനിക്ക് ലഭിക്കുമെന്ന ചിന്താഗതിയിലാണ് നടൻ മുന്നോട്ട് പോകുന്നത്. അത്തരത്തിൽ തനിക്കുണ്ടായ ഒരു മോശം അനുഭവം ഇവിടെ തുറന്നു പറഞ്ഞിരിക്കുന്നു. ആസിഫ് അലിയെ ഫോണിൽ വിളിച്ചാൽ കിട്ടില്ലെന്ന പരാതിയെ തുടർന്ന് ഭ്രമയോഗം അടക്കം നിരവധി ചിത്രങ്ങൾ ആസിഫ് അലിക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. തന്നെ വിളിച്ചാൽ കിട്ടില്ല എന്ന പരാതി എല്ലാവർക്കും ഉണ്ടെന്നും നഷ്ടപ്പെട്ട വേഷങ്ങളെക്കുറിച്ച് വിഷമം തോന്നാറുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. പല തിരക്കുകൾ മൂലം നഷ്ടപ്പെട്ട എത്രയോ നല്ല കഥാപാത്രങ്ങളുണ്ട്. എന്നെക്കുറിച്ച് ഏറ്റവും കൂടുതൽ പറഞ്ഞു കേട്ട പ്രശ്നം എന്നെ ഫോൺ വിളിച്ചാൽ കിട്ടില്ല എന്നുള്ളതാണ്. ഓരോ വേദിയിലോ അല്ലെങ്കിൽ ചടങ്ങിലോ പങ്കെടുക്കുമ്പോൾ ഓരോരുത്തരും പറയും, നിന്നെയാണ് ആദ്യം ഈ സിനിമയിലേക്ക് ഉദ്ദേശിച്ചത്, നിന്നെ കിട്ടാതെ വന്നതോടെയാണ് അടുത്തയാളിലേക്ക് പോയത്, അങ്ങനെ പറഞ്ഞ സംവിധായകരുണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ വിഷമം തോന്നും. പക്ഷെ വിധിച്ചതേ കിട്ടൂ എന്ന് വിശ്വസിക്കുന്ന ആളാണ് ആസിഫ് അലി. അതുകൊണ്ട് ഇനിയും പുതിയ ചിത്രങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. പല ഹിറ്റ് സിനിമകളുടെയും KGF പോലൊരു മാസ് ചിത്രം ചെയ്യാനും തനിക്ക് ആഗ്രഹമുണ്ടെന്നും ആസിഫ് പറയുന്നു. അത്തരത്തിലൊരു ചിത്രമാണ് രോഹിത് സംവിധാനം ചെയ്യുന്ന ടിക്കി ടാക്ക. അതൊരു കംപ്ലീറ്റ് ആക്ഷൻ സിനിമയാണ്. അതിന്റെ ഷൂട്ടിനിടയിൽ ആസിഫ് അലിക്ക് ചെറിയൊരു അപകടവും പറ്റി. അതോടെയാണ് പകുതി വഴിയിൽ പടം ഉപേക്ഷിക്കേണ്ടി വന്നത്. പക്ഷേ എല്ലാം ഒത്തുവന്നാൽ സെപ്റ്റംബർ പകുതിയോടെ ഷൂട്ട് പുനരാരംഭിക്കും. അടുത്ത വർഷത്തോടുകൂടി പ്രദർശനത്തിന് ഒരുങ്ങുകയും ചെയ്യും.